എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കോർഡിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗപ്രദമായ ആയോധന കലയായിട്ടുള്ള ഉഷു ആൻഡ് തായ്ചി അതിൻ്റെ മാസ്റ്ററിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കേരള ഉഷു അസോസിയേഷൻ പ്രസിഡൻറ്റും അതേപോലെ തന്നെ നാഷണൽ കോച്ചുമായിട്ടുള്ള ബൈജു മാഷിനെയാണ് ഞാൻ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം. നമസ്തേ മാഷേ. നമ്മുടെ എല്ലാവരുടെയും സംശയമാണ് നമ്മളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഇത്രയും നീണ്ട യാത്രയിൽ മാഷിന് ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മാഷേ, എല്ലാവരുടെയും സംശയമാണ് ആരോഗ്യത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത്. എല്ലാവർക്കും കൺഫ്യൂഷനാണ്. പലതരത്തിലുള്ള ആയോധന കലകളാവട്ടെ, പല ശാരീരിക വ്യായാമങ്ങളാവട്ടെ, എല്ലാവർക്കും സംശയങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്താൽ കൊള്ളാമോ, അത് ചെയ്താൽ കൊള്ളാമോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സംശയത്തിനെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉഷു എന്ന് പറയുന്ന കായിക രൂപം അതെങ്ങനെയാണ് മാഷിലേക്ക് എത്തിയത്? മാഷ് അതെങ്ങനെയാണത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഉഷു എന്നുള്ള ആയോധന കല പഠിക്കാനുണ്ടായൊരു സാഹചര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അതൊരിക്കലും ഇങ്ങനെ ഉഷുവിൽ വന്ന് പഠിച്ച് ഈ പറഞ്ഞ നേട്ടങ്ങളെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതല്ല. ഒരു ചൈനീസ് ആയോധന കലയാണ് ഉഷു. ഉഷു ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പേ ചൈനയിൽ രൂപം കൊണ്ട ആയോധന കലയാണ്. അത് കുംഫു എന്ന പേരിലാണ് ശരിക്കും അറിയപ്പെട്ടത്. അതിൻ്റെ മത്സര ഇനമാണ് ഉഷു. അത് ലോകത്ത് 116ഓളം രാജ്യങ്ങളിൽ ഇന്ന് ഉഷു വ്യാപിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ സായ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ അംഗീകൃതമായ ഒരു ഗെയിമാണ്. അതുകൊണ്ട് ഈ ഗെയിമിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അംഗീകാരപ്പെട്ട സർട്ടിഫിക്കറ്റ്, അവർ ജോലി സംബന്ധമായി, പഠന സംബന്ധമായി, ഗ്രേസ് മാർക്ക്, അഡ്മിഷൻ, പ്രൊഫഷണൽ കോഴ്സുകൾക്കെല്ലാം അഡ്മിഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതാണ് ഉഷുവും മറ്റ് ആർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണല്ലോ നമ്മളിപ്പോൾ. ഈ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഉഷുവിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് തായ്ചി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ തായ്ചിയും യോഗയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ തായ്ചി യോഗ എന്ന് പറയുന്ന ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? തായ്ജിയും യോഗയും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, യോഗ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സ്ലോലി ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ് യോഗ. തായ്ജി മൂവിങ് മെഡിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മൂവ് ചെയ്ത് ചെയ്യുന്ന മൂവ്മെൻറ്റാണ്. അത് ബോഡി റിലാക്സ് ആയിരിക്കണം, സ്ലോലി ആയിരിക്കണം. അതിൻ്റെ പ്രധാന ചുവടുകളെല്ലാം സ്ലോലിയാണ്. ഒപ്പം അതുപോലെ തന്നെ റിലാക്സ്, ബോഡി ഒരു പവറോ ഒരു എഫേർട്ടോ ഒന്നും കൊടുക്കാതെ റിലാക്സ് ചെയ്ത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതാണ് ഒന്ന്. ഇതിനെ ചൈനയിൽ ചൈനീസ് യോഗ എന്നാണ് തായ്ജി അറിയപ്പെടുന്നത്. അപ്പം തന്നെ തായ്ജി യോഗയായിട്ട് വളരെ റിലേഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവതാണ്. 2 ബ്രീത്തിങ്ങുമായിട്ട് തായ്ജിക്കും യോഗയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിലെ നാഡീഞരമ്പുകളെ ഉണർത്താനും എല്ലാ പ്രഷർ പോയിൻറ്റുകളെ ബൂസ്റ്റപ്പ് ചെയ്യാനും തായ്ജിയും യോഗയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഇതിൽ തങ്ങളിൽ അടിയനും ചേട്ടനൊന്നും വേണമെങ്കിൽ പറയാം. രണ്ടും വളരെ ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതേപോലെ വളരെ കുറച്ച് മാത്രമാണ് ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചത്. അപ്പം ഉഷു എന്താണ്, യോഗ എന്താണ്, തായ്ചി എന്താണ് എന്നൊക്കെയുള്ളൊരു മൂടുപടം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു മാർഷൽ ആർട്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ട് നമ്മളിത് അഭ്യസിക്കണം, നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ആത്മാവ്, ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതിലൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ഉദ്ധരിക്കാനായിട്ട് കഴിയുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. വരും എപ്പിസോഡുകളിൽ കാണാം. ബൈ ബൈ. ഓക്കെ, താങ്ക് യു. യോഗയും തായ്ചിയും അഭ്യസിക്കാനായി ഷീസ് വേൾഡിൽ നിങ്ങൾക്ക് ഏവർക്കും അവസരമൊരുക്കുന്നു.
ഷീസ് വേൾഡ് ഹോളിസ്റ്റിക് വെൽനസ് സെൻറ്റർ കരവാളൂർ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ കരവാളൂർ കേരള ബാങ്കിന് മുകളിലായിട്ടാണ്. ഏവർക്കും ഷീസ് വേൾഡിലേക്ക് സ്വാഗതം.